ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഹാലജൻ, OH, OR, COR, NH2, NHR, NR, NHCOR. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ എന്താണ് കാണിക്കുന്നത്? പോസിറ്റീവ് ആർ എഫക്റ്റ് ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് ആർ എഫക്റ്റ് ആണ് ഇതൊക്കെ കാണിക്കുന്നത്. NH2, NHR. ഹലോ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റിയാണ്. അതാണ് മൈനസ് ആർ എഫക്റ്റ്. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊട്ടു മുമ്പ് നമ്മൾ പോസിറ്റീവ് ആർ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. അതാണ് പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. അതിൽ എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അതിൽ അറ്റാച്ച് ചെയ്യപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്നും കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്കായിരുന്നു ഇലക്ട്രോൺ പോയത്. നേരെ മറിച്ച് അതിന് വിപരീതമായ ഓപ്പോസിറ്റ് ആയ നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോൺജുഗേറ്റഡ് ആയ സിസ്റ്റത്തിൽ നിന്നും ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തതിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. കഴിഞ്ഞത് നമ്മൾ എന്താണ് പഠിച്ചത്? കഴിഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ അനിലിനെ പറ്റിയാണ് പഠിച്ചത്. അനിലിൻ എന്ന് പറയുമ്പോൾ NH2 ബെൻസീനോട് അറ്റാച്ച് ചെയ്തു. ആ നൈട്രജൻ അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ ആണ് ബോണ്ട് ആയത്. അപ്പൊ അഡ്ജസന്റ് ബോണ്ട് പൊട്ടി സൈഡിലുള്ള ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വന്നു. എന്തിൽ നിന്നാണോ പോയത്? NH2 അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഇങ്ങനെ എത്രത്തോളം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്താണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഉപയോഗിക്കാം. അതായത് ഇവിടെ ഞാൻ ബെൻസീൻ വരയ്ക്കണം. നമ്മളുടെ ബെൻസീനാണ്. ഈ ബെൻസീൻ എന്തിനോടാണ് ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? എന്താണ് ഞാൻ വരയ്ക്കുന്നത്? NO2. എന്താണ് NO2? ഇതിന്റെ പേരെന്താണ്? ഇത് ബെൻസീനുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന്റെ പേരെന്താണ്? ദിസ് ഇസ് എ നൈട്രോ ബെൻസീൻ. ഇപ്പം നൈട്രോ ബെൻസീനിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. NH2ലെ N ഇലക്ട്രോണ് സിസ്റ്റത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ ഇവിടെ നിന്ന് സിസ്റ്റം NO2ന് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഭാഗത്തേക്ക് ഇലക്ട്രോൺ സെൻഡ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു ബോണ്ട്, ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് പറയുന്നു, ഞാൻ അടുത്ത ആൾക്ക് കൊടുത്ത് ഇയാൾ ഡബിൾ ബോണ്ട് ആയിക്കോട്ടെ, ഞാൻ കുറച്ച് സിംഗിൾ ആയിട്ട് നിൽക്കാം. ഓക്കെ, ഇയാൾ കുറച്ച് സിംഗിൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ കയ്യിലുള്ള ഡബിൾ ബോണ്ട്, ഈ ബോണ്ട്, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഡബിൾ ബോണ്ട് ആയി മാറി. അപ്പം ഈ സമയത്ത് ഇവിടെയുള്ള ബോണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ബോണ്ടിന് എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ഈ ബോണ്ട് ഇലക്ട്രോൺ ആയി മാറി. ഇവിടെയുള്ള ഈ ബോണ്ട് എന്ത് സംഭവിച്ചു? ഇലക്ട്രോൺ ആയി മാറി. ഇല്ലേ? എവിടെ നിന്നാണോ ബോണ്ട് പോയത് ആ ഭാഗത്ത് ഒരു പോസിറ്റീവ് ചാർജും വന്നു. അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടത്തെ ഈ ബോണ്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള ഈ ബോണ്ട് ഇങ്ങോട്ട് പോയി ഇലക്ട്രോൺ ആയി മാറുന്നു. ഈ ബോണ്ട് ഇലക്ട്രോൺ ആവുന്നതും അതേപോലെ തന്നെ ഇലക്ട്രോൺ ബോണ്ട് ആവുന്നതുമാണ് റെസൊണൻസ് എഫക്റ്റിൽ നമ്മൾ കാര്യമായി മനസ്സിലാക്കേണ്ട ഒന്ന്. ഇനി ഇത് ഇപ്പൊ ഞാൻ വരച്ചത് അതിന്റെ ഒരു ഫോം ഓഫ് റെസൊണൻസ് സ്ട്രക്ചർ ആണ്. ആദ്യത്തെ കണ്ടീഷനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെയായിരുന്നു ആദ്യം. അപ്പൊ അത് എന്താണ് ഇപ്പൊ ആയി മാറിയത്? അതിപ്പോ എന്താണ് മാറിയത്? O മൈനസ് O, ഇവിടത്തെ ഡബിൾ ബോണ്ട് പോയി. പക്ഷെ ഇവിടത്തെയും ഡബിൾ ബോണ്ടുകൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇനി എന്താണ് വേറെ സ്ട്രക്ചേഴ്സ് വരുമോ? നോക്കാം. തീർച്ചയായിട്ടും വരും. കാരണം എന്താണ്? ഇനിയും അവിടെ അൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റം, കൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ ഇനിയും അങ്ങനെ സംഭവിക്കാം. കാരണം ഇനിയും ഇവിടെ എന്തുണ്ട്? ഇവിടെ ഓൾറെഡി ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പം ഇത് കണ്ട് ഇൻസ്പയർഡ് ആയ ഈ അണ്ണൻ, ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബോണ്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊടുത്തു.
ഇങ്ങോട്ട് കൊടുത്തു. എന്ത് സംഭവിച്ചു? ഇവിടത്തെ ഈ ബോണ്ട് അങ്ങ് പോയി. പകരം എവിടെ ബോണ്ട് വന്നു? പകരം ഇവിടെ ബോണ്ട് വന്നു. അപ്പൊ എവിടെ നിന്നാണോ പോയത് അവിടെ ഏത് ചാർജ് വരും? എവിടെ നിന്നാണോ പോയത് അവിടെ പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ് ചാർജോ ഇവന് ഇനി ഇവിടെ ആവശ്യമില്ലല്ലോ, കാരണം ഇവന് ആവശ്യമുള്ളത് കിട്ടി. യെസ്. അപ്പം ഇതാണ് എന്ത്? ഇതാണ് ഇതിന്റെ അടുത്ത റെസൊണേറ്റിംഗ് സ്ട്രക്ചർ. അതേപോലെ തന്നെ മറ്റൊന്നുകൂടി വരയ്ക്കാൻ പോസിബിൾ ആണോ? അല്ലേ? പറയൂ. തീർച്ചയായിട്ടുമാണ്. ഏതാണ് ആ സ്ട്രക്ചർ? ഇപ്പൊ ഇവിടെ അല്ലേ പോസിറ്റീവ് ചാർജ്? സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഈ ബോണ്ട് ഇങ്ങോട്ട് വരും അല്ലേ? ഈ ബോണ്ട് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്നാണ് പോയത്. അപ്പൊ എവിടെ പോസിറ്റീവ് ചാർജ് വരുന്നത്? ഇവിടെ പോസിറ്റീവ് ചാർജ് വരുന്നു. അതല്ലേ അവിടെ സംഭവിക്കുന്നത്? വേറെന്തോ സംഭവിക്കുന്നുണ്ടോ? വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പം അത് കാരണം ഇവിടെ ഉള്ളതും അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇതും അങ്ങനെ തന്നെ നിൽക്കുന്നു. ഞാനിവിടെ ഓക്സിജന് 3 ലോൺ പെയർ വരച്ചിട്ടുണ്ട്. 3 ലോൺ പെയർ വരച്ചതിന്റെ കാരണം എന്താണ്? കാരണം ഓക്സിജന്റെ ആകെ ഒരു ബോണ്ടേ ഓക്സിജൻ ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കി ഓക്സിജന്റെ കയ്യിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അതിലെ 3 എണ്ണം ലോൺ പെയർസ് ആയിട്ടും 1 നെഗറ്റീവ് ചാർജ്. അതാണ് ഇവിടെ ഡെപ്പിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. COH, CHO, C ഡബിൾ ബോണ്ടോ, CN, NO2. ഇതൊക്കെ തന്നെ ആരുടെ എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. കാർബോക്സിലിക് ആസിഡും ആൽഡിഹൈഡും കീറ്റോണും ഒക്കെ തന്നെ ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. എന്താണ് നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് അല്ലെങ്കിൽ -R എഫക്റ്റിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു എഫക്റ്റിനെ പറ്റിയാണ്. ആ എഫക്റ്റിന്റെ പേരെന്താണ്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. നിങ്ങൾ എത്രയോ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ റെസൊണൻസ് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നൗ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. The complete transfer of a shared pair of pi electrons to one of the atoms when an attacking reagent is present. അതായത് അറ്റാക്ക് ചെയ്യുന്ന ഒരു റിയാജന്റ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ 2 ആറ്റങ്ങളിൽ ഒരാറ്റത്തിന് അതിന്റെ കയ്യിലുള്ള എല്ലാ പൈ ഇലക്ട്രോണും ആ ആറ്റത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കി തരാൻ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്, പോസിറ്റീവ് R എഫക്റ്റ് പഠിച്ചു. അതേപോലെ തന്നെ നെഗറ്റീവ് R എഫക്റ്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. അതേപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഇതെന്താണ് പറയുന്നത് എന്ന് നോക്കാം. പൈ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ആറ്റം which the reagent is attached. അതായത് പൈ ഇലക്ട്രോൺ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിയാജന്റ് അറ്റാച്ച് ചെയ്യുന്ന ആറ്റത്തിനോടാണ് പൈ ഇലക്ട്രോൺസ് അറ്റാച്ച്ഡ് ആവുന്നത്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഈ കേസ് നോക്കാം. ഇവിടെ ഇതെന്താണ്? ഇതൊരു ഈത്തീൻ ആണ്, ഒരു H+ ആറ്റവുമായിട്ട്. ഇതാണ് ഇതിന്റെ റിയേജന്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ആയി എന്ന് കരുതിക്കോ. ഇപ്പൊ ഇതിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഇവിടെയും ഒരു ഇലക്ട്രോൺ ഇവിടെയും. ഈ ഇലക്ട്രോണിന് എന്താണ് പറയുന്നത്? 2 പൈ ഇലക്ട്രോൺ മാർക്ക് കിട്ടി. 2 പൈ ഇലക്ട്രോൺ മാർക്ക് കിട്ടി. ഈ കാർബൺ ഏതെങ്കിലും ഒരു കാർബൺ കിട്ടിയില്ലേ? യെസ്. അപ്പൊ ആ കാർബൺ എന്തായി? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. ഈ ബോണ്ട് പോയാൽ എന്ത് സംഭവിക്കും? കാർബൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി. മറ്റത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി, കാരണം ഇതിന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞു. അപ്പോ ഒന്ന് ഇവിടെ C- എന്ന രീതിയിൽ വരും. കാരണം കാർബണിന്റെ എന്താണ്? കാർബൺ സാറ്റിസ്ഫൈഡ് ആണോ? കാർബൺ ഹാപ്പി ആണോ? കാർബൺ 4 വാലൻസും കാർബണിന്റെ എന്താവണം? ഫില്ലാവണ്ടേ? അത് ഫില്ലാവാത്തിടത്തോളം കാർബൺ ഹാപ്പി ആണോ? അല്ലേ? നോക്കാം. ഇവിടെ C- എന്ന് ഞാൻ പറയുന്നത്, ഇവിടെ ഒരു ഇലക്ട്രോൺ കാർബൺ എന്താണ് ആഗ്രഹിക്കുന്നത്?
ഒരു റിയേജന്റിന് വേണ്ടത്. അപ്പം ഇവിടേക്ക് CH വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ഉണ്ട്, ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഈ H ഗ്രൂപ്പ് ആരുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത്? 2 പൈ ഇലക്ട്രോൺസും കിട്ടിയ ആളുമായിട്ടാണ് അറ്റാച്ച് ആവുന്നത്. പക്ഷേ അതിന്റെ ഒരു ഓപ്പോസിറ്റ് സാധനമാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. സംഗതി അത് തന്നെയാണ്, പക്ഷെ ഇതിൽ പറയുന്നത് എങ്ങോട്ടാണോ റിയേജന്റ് അറ്റാച്ച് ആവുന്നത്, എങ്ങോട്ടാണോ റിയേജന്റ് അറ്റാച്ച്ഡ് ആവുന്നത്, അതായത് ഈ H+ എന്ന് പറയുന്നത് ഏത് കാർബണുമായിട്ടാണോ അറ്റാച്ച്ഡ് ആവുന്നത് അവിടേക്കാണ് പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുന്നത്. ഈ 2 പൈ ഇലക്ട്രോൺസും എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആവുന്നത്? റിയാജന്റ് അറ്റാച്ച് ചെയ്ത കാർബണിലേക്കാണ്. അതാണ് ഈ കേസ്. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു എഫക്റ്റ് ഉണ്ട്, അതാണ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. പൈ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ആറ്റം ടു വിച്ച് ദ റിയാജന്റ് ഈസ് നോട്ട് അറ്റാച്ച്ഡ്. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് അടിക്കുമ്പം അതിനെ പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റായി വിപരീതമായി മറ്റൊരു നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകും. സോ പോസിറ്റീവ് ഈ എഫക്റ്റിന്റെ ഓപ്പോസിറ്റായി നെഗറ്റീവ് ഈ എഫക്റ്റ് ഉണ്ടാകും. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ടാണോ റിയാജന്റ് അറ്റാച്ച്ഡ് ആവുന്നത് അങ്ങോട്ടല്ല പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുന്നത്, പക്ഷേ അത് അറ്റാച്ച്ഡ് ആവാത്ത മറ്റേ കാർബൺ ആറ്റത്തിലേക്കാണ് അറ്റാച്ച്ഡ് ആവുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഈത്തീൻ ഇവിടെ CN ആണ് അറ്റാക്കിംഗ് റിയേജന്റ് എങ്കിൽ CN പോകുന്നത് എങ്ങോട്ടാണ്? ഈ കാർബണിലേക്കാണ്. പക്ഷേ ഇതിനാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്, റൈറ്റ്? ഇതിനാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്, ഇതിനാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇപ്പൊ നെഗറ്റീവ് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പൈ ഇലക്ട്രോൺസും അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പോ CN- എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എന്താണ്? നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പൊ അതെന്തായാലും അറ്റാച്ച്ഡ് ആവില്ല. സോ എങ്ങോട്ടാണ് അറ്റാച്ച്ഡ് ആവുക? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ളതുമായിട്ടാണ് അറ്റാച്ച് ആവുക. അപ്പം എങ്ങോട്ടാണോ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകുന്നത് അവിടെ അല്ല റിയാജന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? നെഗറ്റീവ് ഈ എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. എങ്ങോട്ടാണോ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയത് അവിടെയാണ് നിങ്ങൾക്ക് റിയാജന്റ് അറ്റാച്ച്ഡ് ആവുന്നതെങ്കിൽ അതിന്റെ പേരാണ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് അല്ലെങ്കിൽ +C എഫക്റ്റ്. ഹലോ എവരിബഡി, നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഹൈപ്പർ കോൺജുഗേഷനിലേക്കാണ്. കുറച്ചു മുമ്പ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പോസിറ്റീവ് R എഫക്റ്റും നെഗറ്റീവ് R എഫക്റ്റും എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അങ്ങനെ കുറച്ച് എഫക്ട്സ് നമ്മൾ എന്താന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇനി ഹൈപ്പർ കോൺജുഗേഷനിലേക്ക് വരാൻ പോകുന്നത്. പലരും പൊതുവെ ടഫാണ്, പ്രയാസകരമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, ഹൈപ്പർ കോൺജുഗേഷൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഹൈപ്പർ കോൺജുഗേഷനിലേക്ക് പോകാം. ഫൈൻ. സോ ഹൈപ്പർ കോൺജുഗേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണാം. ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ ജനറൽ സ്റ്റെബിലൈസിങ് ഇന്ററാക്ഷൻ. അപ്പൊ അവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഈ വാക്ക് അത് ഭയങ്കര പ്രധാനമാണ്. സ്റ്റെബിലൈസേഷൻ, സ്റ്റെബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക, എനർജി കുറവായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. അതും ഹൈപ്പർ കോൺജുഗേഷനും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലൈസിങ് ഇന്ററാക്ഷൻ ആണ്. ഇറ്റ് ഇൻവോൾവ്സ് delocalization of sigma electrons of CH bond of an alkyl group directly attached to an atom of unsaturated system or to an atom with an unshared pi orbital. Unsaturated system എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ അൺസാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. നൗ എന്ത് പറയാൻ പറ്റും നമുക്ക് എന്ന് നോക്കാം. ഇനി ഇവിടെ അൺഷെയർഡ് പി ഓർബിറ്റൽ എന്നുകൂടെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ ടോപ്പിക്സ്. നമുക്ക് അതിലേക്ക് കുറച്ചുകൂടി വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകാം. നൗ ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ അതിനെ പറ്റിയ ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ
CH3 CH2+ ഈ ഒരു കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് കണ്ടാൽ മനസ്സിലാകുന്നത്, ഈ കാർബണിന്റെ 4 വാലൻസ്, ഇവിടെ ഇത് 4 ബോണ്ട് ചെയ്തിരിക്കുകയാണ്. സോ കാർബൺ ഓക്കെ ആണ്. പക്ഷെ മറ്റേത് 3 ബോണ്ടേ ചെയ്തിട്ടുള്ളൂ. ഈ കാർബൺ ഒന്ന് ഒരു ഇലക്ട്രോണിനെയും കൂടി ആർക്ക് ആവശ്യമുണ്ട്? ഈ കാർബൺ ആവശ്യമുണ്ട്. അപ്പോ ഈ കാർബണ് എങ്ങനെയാണ് ഇലക്ട്രോൺ കിട്ടുന്നത് എന്നുള്ളതിന് നമുക്ക് പറയാം. അതിനുവേണ്ടി നമുക്കൊരു ഓർബിറ്റൽ ഡയഗ്രാം കുറച്ചുകൂടി മനസ്സിലാക്കുന്ന വ്യക്തമാകുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ കാർബണും ഇതൊരു ഹൈബ്രിഡ്, ഇവിടെ ഓവർലാപ്പ് സംഭവിക്കും. അതേപോലെ തന്നെ ഹൈഡ്രജനുമായിട്ട് ഇവിടെ ഓവർലാപ്പ് സംഭവിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ഹൈബ്രിഡ് വരയ്ക്കാം. ഇതും ഈ കാർബണുമായിട്ട് ഓൾറെഡി ഒരു ഇവിടെയും എന്തുണ്ട്? ഓവർലാപ്പിംഗ് ഉണ്ട്. ഇതും ഒരു ഹൈഡ്രജനുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഒരു എംപ്റ്റി ആയിട്ടുള്ള പി ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പി ഓർബിറ്റൽ ഞാൻ കളറ് കുറച്ച് വ്യത്യാസമുള്ള കളർ വരയ്ക്കാം കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ബ്ലാക്ക് കളറിൽ വരച്ചതാണ് നമ്മളുടെ പി ഓർബിറ്റൽ. ഈ പി ഓർബിറ്റലിന് ആരെ വേണം? ഇലക്ട്രോണിനെ വേണം. അപ്പം പി ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ വേണം. അപ്പം എവിടെ നിന്നാണ് ഈ ഇലക്ട്രോൺസ് ലഭിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ഇത് ബോണ്ടഡ് ആയിരിക്കുന്ന ഈ കാർബണിന്റെ കയ്യിലുള്ള ഈ എച്ചുമായിട്ടുള്ള ഈ CH ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ആണ് ഇങ്ങോട്ട് ഡീലോക്കലൈസ്ഡ് ആവുന്നത്. അതായത് ഈ കാർബൺ ഒരു ഇലക്ട്രോൺ ആവശ്യം വരുമ്പോൾ ഇവിടെ ഏതൊക്കെ ബോണ്ട്സിന് ഇലക്ട്രോൺ സപ്ലൈ ചെയ്യാൻ പറ്റും? ഈ CH ബോണ്ട്, ഈ CH ബോണ്ട്, ഈ CH ബോണ്ട്, ഇത് മൂന്നിനും ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റില്ലേ? അപ്പം എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ പി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ കയ്യിലുള്ള 3 ബോണ്ടുകൾക്ക് 1, 2, 3 ഈ 3 ബോണ്ടുകൾക്കും ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റും. അപ്പം ഈ CH ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആവും. എങ്ങോട്ട്? ഈ പി ഓർബിറ്റലിലേക്ക്. അപ്പം എത്ര കൊടുക്കാനുള്ള ഇലക്ട്രോൺ കൊടുക്കാൻ എത്ര ആളുകൾ അവർ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത് ഇപ്പം ഈ പി ഓർബിറ്റലിന് ഇലക്ട്രോൺ കൊടുക്കാൻ ആർക്കുണ്ട്? ഈ സൈഡില് ഇത് കണക്ട് ആയിരിക്കുന്ന കാർബൺ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബോണ്ട്, ഈ 3 ബോണ്ടുകൾ, അവിടെ നിന്നൊക്കെ എന്ത് കിട്ടാം? ഇലക്ട്രോൺസ് കിട്ടാം. അപ്പം 3 പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ ഇപ്പം 10 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കാർബൺ കുറച്ചുകൂടി സ്റ്റേബിൾ ആവുമായിരുന്നു. അതാണ് ഹൈപ്പർ കോൺജുഗേഷനിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതായത് ഈ പി ഓർബിറ്റൽ എന്ന് പറയുന്ന അൺഫിൽഡ് ആയിട്ട് കിടക്കുമ്പം ഇതിനൊരു ഇലക്ട്രോൺ ആവശ്യമുണ്ട്. ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുക ആരാണ്? ഇതേ കോമ്പൗണ്ട് തന്നെയുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ, ആ ബോണ്ടിൽ നിന്നുമാണ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ 3 ബോണ്ട് ഉണ്ടെങ്കിൽ 3 പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ ഇലക്ട്രോൺ നിങ്ങൾക്കല്ല സോറി ഈ പി ഓർബിറ്റലിന് ലഭിക്കാൻ. സോ ഇതാണ് NCERT-യിൽ തന്നിരിക്കുന്ന ചിത്രം. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇത് 3D വെർഷൻ ആണ്. ഒന്ന് ദൂരേക്ക് ഒന്ന് അടുത്തേക്ക് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഈ ഓർബിറ്റലും പി ഓർബിറ്റലും തമ്മിൽ, എംപ്റ്റി ആയിട്ടുള്ള പി ഓർബിറ്റലും തമ്മിലുള്ള ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ ആണ്. അതായത് ഈ കാർബൺ ആവശ്യം വരുമ്പോൾ ഈ കാർബണിന്റെ ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ടിൽ നിന്നാണ് ഇലക്ട്രോൺ ഡീലോക്കലൈസ്ഡ് ആവുന്നത്. എങ്ങോട്ട്? പി ഓർബിറ്റലിലേക്ക്. ഒന്നുകൂടി പറയാം, ഈ പി ഓർബിറ്റലിന് ഇലക്ട്രോൺ ആവശ്യം വരുമ്പോൾ എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവുന്നത്? ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ നിന്ന്. ഏത് കാർബൺ? ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബൺ. ഓക്കെ, ഈ കാര്യങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹൈപ്പർ കോൺജുഗേഷന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ തന്നെ കാർബോകാറ്റയോൺസ് ആണ്.
ഈ കാർബോകാറ്റയോൺസിൽ ഇതുപോലെയുള്ള സംഗതികൾ നമ്മൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. കാർബോകാറ്റയോൺസിനും അതേപോലെ തന്നെ നമ്മൾ ഹോമോലിസിസ് പഠിച്ച സമയത്തൊക്കെ ഇതുപോലെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കാരണം ഈ ഹൈപ്പർ കോൺജുഗേഷൻ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്താണ് കാരണം? ഈ കാർബണ് ഒരു എന്താ പറയാ വാലൻസ് പി ഓർബിറ്റിലുണ്ട്. അപ്പം അവിടേക്ക് എന്ത് വേണം? ഇലക്ട്രോൺ വേണം. എന്തായാലും ഇയാൾക്ക് ഇലക്ട്രോൺ വേണം. ഈ ഇലക്ട്രോൺ ഈ കാർബൺ ആവശ്യമുള്ള സമയത്ത് ഇവിടെ കാർബൺ തരാൻ എത്ര ബോണ്ട് ഉണ്ട്? ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ഈ കാർബണ് 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇവിടെയും CH ബോണ്ട് 3 എണ്ണമാണ്. ഇവിടെയും ഈ കാർബണുമായിട്ട് 3 CH ബോണ്ട് ആണുള്ളത്. അപ്പം 9 പോസിബിലിറ്റീസ് ഇല്ലേ ഇവിടെ? അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാർബണിന്റെ സ്ട്രക്ചർ ഞാനത് വെക്കാം. CH ഇങ്ങനെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ കാർബണ് ഇലക്ട്രോൺ കൊടുക്കാൻ ആരൊക്കെയുണ്ട്? ഈ CH ഇവിടെ 3 ബോണ്ട് ഉണ്ട്. ഇവിടെയും CHന്റെ 3 ബോണ്ട് ഉണ്ട്. ഇവിടെ 6 പോസിബിലിറ്റീസ് ആണുള്ളത്. അതിനേക്കാളും കൂടുതലാണ്, അതിനേക്കാളും കുറവാണിത്. കൂടുതൽ എന്നല്ല, കുറവാണിത്. അതിനേക്കാളും കുറവാണ് ഇത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു ടെർഷ്യറി അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതെന്ന്. കാരണം ഈ കാർബണിന് എന്തിനു വേണം? ഇവിടെ ഈ കാർബോകാറ്റയോണിന് ഒരു ഇലക്ട്രോണിനെ വേണം. ഇലക്ട്രോൺ ആരാണ് തരിക? എവിടെ നിന്നാണ് കിട്ടുക? അപ്പുറത്തിരിക്കുന്ന കാർബൺ ചേട്ടന്റെ ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ട്. ആ ബോണ്ടാണ് കിട്ടുന്നത്. ആ ബോണ്ടിൽ നിന്നുള്ള ഇലക്ട്രോൺ ആണ് കിട്ടുന്നത്. അപ്പുറത്തെ വീട്ടിലെ കാർബൺ ചേട്ടൻ ഇദ്ദേഹത്തിന് 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇദ്ദേഹത്തിന് 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇദ്ദേഹത്തിന് 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണത്തിൽ നിന്നും ഇങ്ങോട്ട് ഇലക്ട്രോൺ ലഭിക്കാവുന്നതാണ്. 3 × 3 9. ഇവിടെ 6. ഇവിടെ എത്രയാണ്? ഇവിടെ 3. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലേക്ക് പോകാം. ഇനി അങ്ങോട്ടുള്ളത് തിയറിയാണ്. ഓർഗാനിക്കില് നമ്മള് ഒരുപാട് എന്താണ് ഈ ഓർഗാനിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കാരണങ്ങളും ഒക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ നോമെൻക്ലാച്ചർ, എങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് ചെയ്യുന്നതിനുള്ളത് പഠിച്ചു. ഐസോമെറിസങ്ങൾ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഓരോ ടോപ്പിക്സ് ഇപ്പം പഠിച്ചു. റെസണൻസിനെ പറ്റി പഠിച്ചു, ഇലക്ട്രോണിക് എഫക്ട് പഠിച്ചു, ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ചു, അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് എഫക്ട് പഠിച്ചു, ന്യൂക്ലിയോഫൈൽ എന്താണ്, ഇലക്ട്രോഫൈൽ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഓർഗാനിക്കിന്റെ ഒരു വലിയ പോർഷൻ കഴിഞ്ഞ് ഇനി ചെറിയ കുറച്ച് ഭാഗങ്ങൾ. ഈ ചെറിയ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിന്റെ പേരാണ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പ്യൂരിഫൈ ചെയ്യുക ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് കോമ്പൗണ്ട് ആൻഡ് ഇംപ്യൂരിറ്റി പ്രസന്റ് ഇൻ ഇറ്റ്. ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ആണ്. അതായത് പ്യൂരിഫിക്കേഷന്റെ ഓരോ മെത്തേഡ്സ് ആണ്. അതിന്റെ അകത്തുള്ള ഇംപ്യൂരിറ്റിക്ക് അനുസരിച്ചിരിക്കും, അതിന്റെ കോമ്പൗണ്ടിന്റെ നാച്ചുറിനും അനുസരിച്ചിരിക്കും എന്ത്, ഇതിന്റെ ഏത് പ്രോസസ്സ് വെച്ചാണ് നമ്മളിത് പ്യൂരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അങ്ങനെ ഇതിന്റെ അകത്ത് പറയുന്ന 5 മെത്തേഡ്സ് ആണുള്ളത്. 5 നമ്മൾ വളരെ കുറച്ച് നേരങ്ങൾ കൊണ്ട് നോക്കാൻ പോവുകയാണ്. ആദ്യത്തേത് സബ്ലിമേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, ക്രോമാറ്റോഗ്രഫി. എന്താണിതെന്ന് നമുക്ക് വിശദമായി നോക്കാം. നൗ സബ്ലിമേഷൻ എന്ന് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിച്ച അർത്ഥം തന്നെ ആവാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആണ്. സോളിഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് വേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നല്ലേ പഠിച്ചത്? സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നല്ലേ പഠിച്ചത്? ഇത് വേറെ കളിയാണ്. ഇത് സോളിഡിൽ നിന്നും ഗ്യാസിലേക്ക് ഡയറക്റ്റ് ആയിട്ട്, അതിനാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്ട്ലി ടു ദ വേപ്പർ സ്റ്റേറ്റ് ബൈ ഹീറ്റിംഗ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ലിക്വിഡ് സ്റ്റേറ്റ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു സെപ്പറേറ്റ് സബ്ലിമബിൾ കോമ്പൗണ്ട്സ് ഫ്രം നോൺ സബ്ലിമബിൾ ഇംപ്യൂരിറ്റീസ്. അപ്പം സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായല്ലോ. സബ്ലിമബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് സബ്ലിമബിൾ അല്ലാത്ത കോമ്പൗണ്ട്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്ലിമേഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ വളരെ പ്രധാനമാണ്, നോക്കി വെക്കണം. നെഫ്തലീൻ, അയോഡിൻ, ക്യാംഫർ, ഇതൊക്കെയാണ് സബ്ലിമേഷന്റെ ഉദാഹരണങ്ങൾ. പ്രധാനമായിട്ടും
നമ്മൾ നോക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് based on difference in solubilities of the compound and impurities in the suitable solvent. അതായത് കോമ്പൗണ്ടിന്റെ സൊല്യൂബിലിറ്റിയും ഇംപ്യൂരിറ്റിന്റെ സോൾവെന്റിലുള്ള സൊല്യൂബിലിറ്റിയും രണ്ടും ഒരു സോൾവെന്റ് എടുക്കുന്നു, എന്നിട്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി ഉള്ളത് നോക്കുന്നു. കാരണം ഇതിന്റെ രണ്ടിന്റെയും സൊല്യൂബിലിറ്റി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏത് പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൊല്യൂബിലിറ്റീസിൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഇംപ്യൂരിറ്റീസ് which impart color to the solution are removed by absorbing over activated charcoal. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഡെസ്റ്റിലേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഡെസ്റ്റിലേഷൻ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ഇംപ്യൂരിറ്റീസ് ഒന്ന്, മറ്റൊന്ന് the liquids having large difference in their boiling points. കഴിഞ്ഞ ക്രിസ്റ്റലൈസേഷനിൽ പറഞ്ഞിരുന്നു എന്തിലായിരുന്നു ഡിഫറൻസ് ഉള്ളത്? സൊല്യൂബിലിറ്റീസിലായിരുന്നു ഡിഫറൻസ് ഉള്ളത്. ഇപ്പം ഡെസ്റ്റിലേഷനിലാണ് എന്തിലാണ് ഡിഫറൻസ് ഉള്ളത്? ബോയിലിംഗ് പോയിന്റ്സിലാണ് ഡിഫറൻസ് ഉള്ളത്. ലിക്വിഡ്സ് ഹാവിംഗ് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ്സ് വാപ്പറൈസ് അറ്റ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. അതായത് വ്യത്യസ്തമായ ബോയിലിംഗ് ഉണ്ടാവുമ്പോൾ വ്യത്യസ്തമായ ടെമ്പറേച്ചറിലായിരിക്കും അത് ബോയിൽ ആവുന്നത്, ബോയിലായി വാപ്പറൈസ് ആവുന്നത്. അപ്പം ബോയിലിംഗ് പോയിന്റിന്റെ വ്യത്യാസത്തിനനുസരിച്ച് വാപ്പറൈസിംഗ് ടെമ്പറേച്ചറും വ്യത്യാസം ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തു, അത് ബോയിൽ ആവുന്നത് എപ്പോഴാണ്? 100°C. പക്ഷേ വേറൊരു ഫ്ലൂയിഡ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അത് ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പം അതിനേക്കാളും എത്രയോ ഹൈ ആയിരിക്കില്ലേ? അപ്പം വെള്ളവും ഞാൻ ഈ പറഞ്ഞ ഫ്ലൂയിഡും തമ്മിലൊരു വ്യത്യാസം വന്നു. എന്തിനാണ് വ്യത്യാസം വന്നത്? ഈ ഒരു കാര്യത്തിൽ, എന്ത് കാര്യത്തിൽ? ബോയിലിംഗ് പോയിന്റ് വ്യത്യാസം വന്നു. അതുകൊണ്ട് തന്നെ വേപ്പറൈസ് ചെയ്യുന്ന ടെമ്പറേച്ചറിലും അവിടെ വ്യത്യാസം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യം എന്ത് സംഭവിച്ചു? ഈ രണ്ട് ലിക്വിഡിനെ എടുത്തു, എന്നിട്ട് അതിന് രണ്ടിനെയും ബോയിലിംഗ് പോയിന്റ് വ്യത്യസ്തത ആയതുകൊണ്ട് തന്നെ അതിന് ഫോം ചെയ്യുന്ന വേപ്പർ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ്. എന്നിട്ട് ഈ വേപ്പർ കൂൾ ചെയ്ത് രണ്ട് ലിക്വിഡും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്ലോറോഫോമും അനിലിനും. ബ്രാക്കറ്റിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് ക്ലോറോഫോമിന്റേത് 334 കെൽവിനാണ്, അനിലിന്റേത് 457 കെൽവിനാണ്. അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഓൺ ദ ഡിഫറൻസ് ഓഫ് ദെയർ ബോയിലിംഗ് പോയിന്റ്സ്. അതായത് ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിന്റെ പുറത്ത്, അതിനാണ് നമ്മൾ ഡെസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റിലേഷൻ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടു സെപ്പറേറ്റ് 2 or more liquids that are miscible ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എത്രയോ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ കാര്യം ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർ പഠിച്ചോ, പ്രശ്നമില്ല. പക്ഷെ ഞാൻ കാര്യം എന്തായാലും സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. ടു സെപ്പറേറ്റ് 2 or more liquids that are miscible ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് സെപ്പറേറ്റ് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ഓഫ് ക്രൂഡ് ഓയിൽ ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി. ഇതൊക്കെ ചോദിക്കാൻ സാധ്യത. അതായത് എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കും, സെപ്പറേറ്റ് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ഓഫ് ക്രൂഡ് ഓയിൽ, പെട്രോളിയത്തിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും. ഇപ്പൊ സെപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. ക്രൂഡ് ഓയിൽ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്? അപ്പൊ നിങ്ങൾ പറയണം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന്. ഇതാണ് അതിന്റെ ഒരു ഉദാഹരണം. അടുത്തതിലേക്ക് നോക്കാം. ഡെസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നതാണ് ഇത് പറയുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഡെസ്റ്റിലേഷൻ ആണ്. പ്യൂരിഫൈ ലിക്വിഡ്സ് ഹാവിംഗ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ്സ് ആൻഡ് ദോസ് വിച്ച് ഡീകമ്പോസ് അറ്റ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിന്റ്സ്. ഈ ബോയിലിംഗ് പോയിന്റ്സിന്റെ താഴെ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? അതിനൊരു വഴിയുണ്ട്. Such liquids are made to boil at a temperature lower than their normal boiling point. അതായത് യഥാർത്ഥത്തിൽ ബോയിലിംഗ് പോയിന്റ് ആവുന്ന ടെമ്പറേച്ചറിന്റെ താഴെയായിട്ടാണ്
ഇത് ബോയിൽ ആവുന്നത്. അതിന്റെ കാരണം എന്താണ് പറയുന്നത്? ബൈ റെഡ്യൂസിങ് പ്രഷർ ഓൺ ദെയർ സർഫേസ്. അവിടെയുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും, അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഒന്ന് താഴും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗ്ലിസറോൾ സെപ്പറേറ്റഡ് ഫ്രം സ്പെൻഡിലൈ. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡിസ്റ്റിലേഷന്റെ തന്നെ. എന്ത് ഡിസ്റ്റിലേഷന്റെ? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. മൂന്നാമത്തേതാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ ടു സെപ്പറേറ്റ് സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്റ്റീം വോളറ്റൈൽ ആൻഡ് ആർ ഇംമിസിബിൾ വിത്ത് വാട്ടർ. സ്റ്റീം വോളറ്റൈൽ ആയിരിക്കണം, ഒരു പോയിന്റ്. ഇത് രണ്ടും പോയിന്റ് ആണ്. 2 പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാര്യമായിട്ട് 1 സ്റ്റീം വോളറ്റൈൽ, 2 ഇംമിസിബിൾ വിത്ത് വാട്ടർ. ഇത് കാണുന്ന ടീച്ചർ വിചാരിക്കും വാവ് ഇത്ര മനോഹരമായാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. കാരണം പോയിന്റ് വൈസ് എഴുതുമ്പോൾ അതിനൊരു ഭംഗി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. സ്റ്റീം വോളറ്റൈൽ ആൻഡ് ഇംമിസിബിൾ വിത്ത് വാട്ടർ, ഇത് 2 കാര്യമാണ് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇത് രണ്ടുമുള്ള സബ്സ്റ്റൻസിനെയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്. The liquid boils when some of the vapor pressure due to organic liquid P1 and due to water becomes equal to the atmospheric pressure P. എപ്പോഴാണ് ഈ ലിക്വിഡ് ബോയിൽ ചെയ്യുന്നത്? അതായത് ഈ ഓർഗാനിക് ലിക്വിഡിന്റെ, ഇത് വാട്ടറും ഓർഗാനിക് ലിക്വിഡുമാണ് ഇവിടെ ഉള്ളത്. ഓർഗാനിക് ലിക്വിഡിന്റെ പ്രഷറും അതേപോലെ തന്നെ അതിനെ നമ്മൾ P1 എന്ന് വിളിക്കാം. 2 P2 എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിന്റെ പ്രഷർ ആയിരിക്കും. അത് രണ്ടും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്, അതിന്റെ രണ്ടിന്റെയും സം, അതായത് ഓർഗാനിക് ലിക്വിഡിന്റെ പ്രഷറിന്റെയും വാട്ടറിന്റെ വേപ്പർ പ്രഷർ, പ്രഷർ ഒന്നും പറയണ്ട, ക്ലിയർ ആയിട്ട് വേണം, വേപ്പർ പ്രഷർ. ഓക്കെ, വേപ്പർ പ്രഷർ, ഓർഗാനിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ആയ P1 പ്ലസ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ ആയിട്ടുള്ള P2 എന്തിന് സമാനമാകുമ്പോഴാണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിന് സമാനമാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ലിക്വിഡ് ബോയിൽ ആവുന്നത്. ഒന്നുകൂടി പറയാം, P1 എന്ന് പറയുന്നത് ഓർഗാനിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ, P2 എന്ന് പറയുന്നത് വാട്ടറിന്റെ വേപ്പർ പ്രഷർ. ഓർഗാനിക് ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും വാട്ടറിന്റെ വേപ്പർ പ്രഷറും കൂടി ചേർന്നാൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ അല്ല, സോറി, ഇവിടെ തന്നിരിക്കുന്ന ലിക്വിഡ് ബോയിൽ ആവും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അനിലിൻ ആൻഡ് വാട്ടർ മിക്സ്ചർ. ഇത് വളരെ പ്രധാനമാണ്. എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം അനിലിൻ ആൻഡ് വാട്ടർ മിക്സ്ചർ എന്താണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഗ്ലിസറോൾ സെപ്പറേറ്റഡ് ഫ്രം സ്പെൻഡിലൈ എന്താണ്? ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ക്രൂഡ് ഓയിൽ ഫ്രം പെട്രോളിയം ഇൻഡസ്ട്രി എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇതൊക്കെ 1 മാർക്കിന് ചിലപ്പം ചോദിക്കാം. അപ്പം അടുത്ത ടോപ്പിക് നോക്കാം, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഇത് ഡിസ്റ്റിലേഷന്റെ ടൈപ്പ് അല്ല കേട്ടോ, ഇത് വേറെ ടോപ്പിക് ആണ്. ഡിസ്റ്റിലേഷൻ പോലെ വേറൊരു മെത്തേഡാണ്. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. Compound present in aqueous medium is separated by shaking with it an organic solvent in which it is more soluble than in water. Solvent and aqueous solution should be immiscible with each other. അതായത് ഒരു aqueous solution, ഒരു കോമ്പൗണ്ടിന്റെ aqueous solutionും അതേപോലെ തന്നെ വെള്ളത്തിനേക്കാൾ കൂടുതൽ സോല്യൂബിൾ ആവുന്ന, ഞാൻ വരയ്ക്കാം, ഒരു aqueous solutionും അതേപോലെ തന്നെ വെള്ളത്തിനേക്കാൾ കൂടുതൽ സോല്യൂബിൾ ആവുന്ന ഒരു ഓർഗാനിക് സോൾവെന്റിൽ ഇതിനെ ലയിപ്പിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും പരസ്പരം ഇമ്മിസിബിൾ ആയിരിക്കണം. ആ ടൈപ്പ് ഓഫ് സെപ്പറേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ക്രോമാറ്റോഗ്രഫി എന്ന് നോക്കാം. ക്രോമാറ്റോഗ്രഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത്. നോക്കാം. ടു സെപ്പറേറ്റ് mixtures into their components, to purify compounds, അതേപോലെ തന്നെ to test the purity of compounds. ഒന്നുകൂടി പറയാം, അതായത് മിക്സ്ചേഴ്സിനെ അതിന്റെ കോമ്പണന്റിലേക്ക് സെപ്പറേറ്റ് ചെയ്യുന്നു, കോമ്പൗണ്ട് പ്യൂരിഫൈ ചെയ്യുന്നു, 3 കോമ്പൗണ്ടിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യും. പ്യൂരിഫൈ കോമ്പൗണ്ട്സും പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്നതും സെയിം അല്ല കേട്ടോ. പ്യൂരിഫൈ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസ് എടുത്ത് കളയുക എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ടു ടെസ്റ്റ് ദ പ്യൂരിറ്റി എന്ന് പറയുമ്പം ഇതിന്റെ അകത്ത് എത്ര ഇംപ്യൂരിറ്റീസ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന് ഇംപ്യൂരിറ്റീസ് എടുത്ത് കളയാണ്, മറ്റേത് എത്ര ഉണ്ടെന്ന് നോക്കുകയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഈ 3 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ക്രോമാറ്റോഗ്രാഫിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈ 3 പോയിന്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റും. ക്രോമാറ്റോഗ്രഫി തന്നെ 2 പ്രധാനപ്പെട്ട ടൈപ്സ് ഉണ്ട്. ഒന്ന് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയും മറ്റൊന്ന് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയും. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത്
different compounds are adsorbed on an adsorbent to different degrees. അതായത് വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ട്സ് അഡ്സോർബ് ചെയ്തിരിക്കുന്നത് അതിന്റെ ലെവൽ, അതിന്റെ ഡിഗ്രി അഡ്സോർബെന്റിൽ വ്യത്യസ്ത ഡിഗ്രിയിലാണ് അത് അഡ്സോർബ്ഡ് ആയിരിക്കുന്നത്. ഇത് അബ്സോർബ് എന്നല്ല പറയുന്നത്, അഡ്സോർബ് എന്നാണ് പറയുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളുടെ +2 പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഹയർ സ്റ്റാൻഡേർഡ്സിൽ ഇത് പഠിക്കും. സോ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആർ അഡ്സോർബ്. അതായത് വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ട്സ് അഡ്സോർബ് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് ഡിഗ്രീസിലാണ്, വ്യത്യസ്ത തലങ്ങളിലാണ്. 2 അഡ്സോർപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സിലിക്ക ജെല്ലും മറ്റൊന്ന് അലൂമിനിയം. ഓക്കെ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി തന്നെ 2 ഉണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാം. ഒന്ന് കോളം ക്രോമാറ്റോഗ്രഫി, മറ്റൊന്ന് കോളം ക്രോമാറ്റോഗ്രഫി. ഓക്കെ, വിസിബിൾ അല്ല, ഞാൻ ഇവിടെ എഴുതാം. കോളം ക്രോമാറ്റോഗ്രഫി. 2 തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി. ഇത് രണ്ടുമാണ് ഇതിലെ പ്രധാനപ്പെട്ട 2 ടൈപ്സ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് ഒരു പാർട്ടീഷ്യൻ ക്രോമാറ്റോഗ്രഫി എന്നുള്ളത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷൻ. പാർട്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുക ഓഫ് കോമ്പണന്റ്സ് ഓഫ് എ മിക്സ്ചർ ബിറ്റ്വീൻ സ്റ്റേഷനറി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ നിശ്ചലമായി അനങ്ങാതെ നിൽക്കുന്നത്, മൊബൈൽ ഫേസ്, മൂവിംഗ് ഫേസ്, അത് തമ്മിൽ ഉള്ളൊരു കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷൻ ഓഫ് കോമ്പണന്റ്സ്. എന്തിന്റെ? മിക്സ്ചറിന്റെ. അതാണ് നമ്മളുടെ പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി. ഇതെന്താണെന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പേപ്പർ ക്രോമാറ്റോഗ്രഫി എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എക്സാമ്പിൾ. സോ നൗ നമുക്ക് അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അതിന് മുമ്പായിട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞ 2 ടോപ്പിക്സ് ഉണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ തന്നെ നമുക്ക് അതിലേക്ക് പോകാം. താങ്ക് യു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. സോ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, അത് കഴിഞ്ഞിട്ട് ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് ചെറിയ 2 പോർഷൻസ് മാത്രമേ ഇനി നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബാക്കിയുള്ളൂ. നമുക്ക് പോവാം. യെസ്, ആദ്യം തന്നെ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ്. എങ്ങനെയാണ് നിങ്ങളൊരു കാർബണിനെയും ഹൈഡ്രജനെയും ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആർ ഡിറ്റക്റ്റഡ് ബൈ ഹീറ്റിംഗ് ദ കോമ്പൗണ്ട് വിത്ത് കോപ്പർ 2 oxide. Carbon present in this compound is oxidized to carbon dioxide. അതായത് കോപ്പർ 2 oxide കൂടെ കാർബൺ റിയാക്ട് ചെയ്യുമ്പോൾ അത് കാർബൺ ഓക്സിഡൈസ്ഡ് ആവും. എന്നിട്ട് എന്താവും? കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അത് is tested with lime water which develops turbidity. ഈ കാർബൺ ഡയോക്സൈഡ് ഈ ലൈം വാട്ടർ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ടർബിഡിറ്റി ഫോം ചെയ്യും. അത് വെച്ച് നമുക്ക് എന്ത് മനസ്സിലാവും? ഇതില് കാർബണിന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. അതേപോലെ തന്നെ ഹൈഡ്രജൻ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹൈഡ്രജനും അതേപോലെ തന്നെ കോപ്പർ 2 oxide കൂടെ റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നു. എന്നിട്ട് വാട്ടർ ഈസ് ടെസ്റ്റഡ് വിത്ത് അൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ്. അതായത് അൻഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് CuSO4 വിച്ച് ഇസ് വൈറ്റ് ഇൻ കളർ, അതുമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ gives CuSO4.5H2O. അതിന്റെ കളർ ബ്ലൂ ആണ്. അപ്പൊ ഈ ബ്ലൂ കളർ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അവിടെ ഹൈഡ്രജന്റെ പ്രസൻസ് ഉണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമാകും. ഇനിയാണ് ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെന്റ്സ് such as NCl, F, etc. Nitrogen, sulfur, halogens and phosphorus present in an organic compound are detected by Lassagn's test. The element present in the compound are converted from covalent form to ionic form
പ്രധാനമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോവാലന്റ് ബോണ്ടിൽ നിന്നും അയോണിക് ബോണ്ടിലേക്ക് ബൈ ഫ്യൂസിംഗ് ദ കോമ്പൗണ്ട് വിത്ത് സോഡിയം മെറ്റൽ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ ആദ്യം ഇത് കണ്ടുപിടിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അതായത് ഒരു കോമ്പൗണ്ടിൽ അവിടെ ഈ എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഇത് നൈട്രജനും ക്ലോറിനും ഫ്ലോറിനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസൈഗ്നസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ Na+Cn ഇവിടെ NaCN ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ സൾഫറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ Na2S ഫോം ചെയ്യുന്നു. Na+X NaX ഫോം ചെയ്യുന്നു. ഇപ്പൊ ഫോം ചെയ്ത സയാനൈഡ്, സൾഫൈഡ്, ഹാലൈഡ് of sodium formed on sodium fusion are extract ചെയ്തിട്ട് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ബൈ ബോയിലിംഗ് ഇറ്റ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ കൂടെ ബോയിൽ ചെയ്തിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ എക്സ്ട്രാക്ട് ഈസ് നോൺ എസ്, ഈ എക്സ്ട്രാക്ടിന്റെ പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. കിട്ടിയോ? ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയോ? ഇല്ല, ഇതൊരു സ്റ്റെപ്പ് മാത്രമാണ്. ഇനി നമ്മൾ അതിൽ നിന്നാണ് ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത് ഓരോന്നും. ഇനി നമ്മൾ ടെസ്റ്റ് ഫോർ നൈട്രജൻ ഇപ്പൊ ഫോം ചെയ്ത ഈ NaCN ഇവിടെ ഇപ്പൊ ഫോം ചെയ്തു. നമ്മൾ എങ്ങനെയാണ് ഇവിടെ നൈട്രജൻ ഡിറ്റക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. പ്രഷ്യൻ ബ്ലൂവിന്റെ ഫോർമേഷൻ, അതിനെ പറ്റിയാണ് പറയുന്നത്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഈസ് ബോയിൽഡ് വിത്ത് അയൺ 2 സൾഫേറ്റ്. അതായത് ഈ സോഡിയം ഫ്യൂഷൻ എന്ന് പറയുന്നത് അയൺ 2 സൾഫേറ്റുമായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ which is acidified with concentrated sulfuric acid. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് ആദ്യം അത് അയൺ സൾഫേറ്റിന്റെ കൂടെ ഈ സോഡിയം എക്സ്ട്രാക്ട് അയൺ സൾഫേറ്റിന്റെ കൂടെ ബോയിൽ ചെയ്തിട്ട് അതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് അസിഡിഫൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ദ ഫോർമേഷൻ ഓഫ് പ്രഷ്യൻ ബ്ലൂ കളർ, ഈ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതിന്റെ കളർ പ്രഷ്യൻ ബ്ലൂ ആയിരിക്കും. ഈ പ്രഷ്യൻ ബ്ലൂ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇവിടെ നൈട്രജൻ പ്രസന്റ് ആണ് എന്നുള്ള കാര്യം പറയാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോഡിയം സയനൈഡ് ഈ സംഭവം ഫസ്റ്റ് റിയാക്ട് വിത്ത് അയൺ സൾഫേറ്റ്, ഇതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ ആൻഡ് ഫോംസ് സോഡിയം ഹെക്സാ സയാനിഡോ ഫെറൈറ്റ്. അപ്പം ഇങ്ങനെ ഈ ഫോംഡ് ആയിട്ടുള്ളത് എന്താണ്? സോഡിയം ഹെക്സാ സയാനിഡോ ഫെറൈറ്റ് ആണ്. ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് some iron 2 ions are oxidized to iron 3 ions. ഇപ്പം ഈ Fe2+ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ആവും Fe3+ അയോണിലേക്ക്, which react with sodium hexacyanidopherrite കൂടെ സോഡിയം ഹെക്സാസയാനിഡോഫെറൈറ്റിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അയൺ ഹെക്സാസയാനിഡോഫെറൈറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്, അയൺ ഹെക്സാസയാനിഡോഫെറൈറ്റ് എന്നുള്ളത്. കാരണം ഈ അയൺ ഹെക്സാസയാനിഡോഫെറൈറ്റ് ആണ് പ്രഷ്യൻ ബ്ലൂ കളറിൽ ഉണ്ടാകുന്നത്. അടുത്തത് നോക്കാം, ടെസ്റ്റ് ഫോർ സൾഫർ. എങ്ങനെയാണ് നമ്മൾ സൾഫർ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് നമ്മളിപ്പം ഓൾറെഡി ഈ ലാസൈഗ്നസ് ടെസ്റ്റിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് is acidified with acetic acid and lead acetate. Acetic acidന്റെ കൂടെയും lead acetateന്റെ കൂടെയും acetic acidന്റെ കൂടെ acidify ചെയ്യുകയും അതേപോലെ lead acetate അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പം ഒരു ബ്ലാക്ക് precipitate ഫോം ചെയ്യുന്നു. എന്തിന്റെ ബ്ലാക്ക് precipitate? ഒരു lead സൾഫൈഡിന്റെ ബ്ലാക്ക് precipitate. ഇതാണ് നമ്മളുടെ സൾഫറിന്റെ പ്രസൻസ് കാണിക്കുന്നത്. ഇതിന്റെ കളർ എന്താണ്? ബ്ലാക്ക്. ഈ ബ്ലാക്ക് കളർ കാരണമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതില് സൾഫർ പ്രസന്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് ഫോർ സൾഫർ വേറൊരു മെത്തേഡിലും നോക്കാം. അൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്തും ചെയ്യാം. ട്രീറ്റിംഗ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇപ്പം കിട്ടിയ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമുക്ക് കിട്ടിയതാണ് എന്തുമായിട്ടാണ്? സോഡിയം നൈട്രോപ്രസൈഡുമായിട്ടാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പം വയലറ്റ് കളർ ഫോം ചെയ്യും. ഇവിടെ FeCN5NOS ഈ സംഗതി വയലറ്റ് കളർ ഫോർ. ഇത് വയലറ്റ് കളർ ആവുന്നത് എന്തുകൊണ്ടാണ്? സൾഫർ പ്രസന്റ് ആയതുകൊണ്ട്. ഇപ്പം കഴിഞ്ഞ കേസില് നമ്മളോട് ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? ഇപ്പം സൾഫർ ബ്ലാക്ക് കളർ കിട്ടി,
അപ്പൊ നമുക്ക് മനസ്സിലായി സൾഫർ ആണ്. എന്തിന്റെ കൂടെയാണ് സൾഫർ റിയാക്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം ഇറ്റ് ഇസ് അസിഡിഫൈഡ് വിത്ത് അസെറ്റിക് ആസിഡ് ആൻഡ് ലെഡ് അസറ്റൈറ്റ് അതിലേക്ക് ആഡ് ചെയ്തു. അതേസമയം എങ്ങനെയാണ് വയലറ്റ് കളർ ഫോം ആയി സൾഫറിന്റെ ഡിറ്റക്ഷൻ നടന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ സോഡിയം നൈട്രോപ്രസൈഡിന്റെ കൂടെയാണത് ട്രീറ്റ് ചെയ്തതെന്ന് പറയണം. ഇത് രണ്ടുമാണ് ടെസ്റ്റ് ഫോർ സൾഫർ. ഇനി ഒരു കേസ് ഉണ്ട്. ഇൻ കേസ് നൈട്രജൻ ആൻഡ് സൾഫർ രണ്ടും ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രസന്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഫോം ചെയ്യുന്നത്? സോഡിയം തയോസയാനേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. സോഡിയം തയോസയാനേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതിന്റെ കളറാണ് ബ്ലഡ് റെഡ് കളർ. അതായത് നൈട്രജനും സൾഫറും രണ്ടും ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ സോഡിയം തയോസയാനേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ എന്താണ്? ബ്ലഡ് റെഡ്. എപ്പോഴാണ് സോഡിയം തിയോസയാനേറ്റ് ഫോം ചെയ്യുന്നത്? ഇൻ കേസ് നൈട്രജനും സൾഫറും രണ്ടും പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത്. ഓർഗാനിക് കോമ്പൗണ്ടിൽ രണ്ടും, അതായത് നൈട്രജനും സൾഫറും രണ്ടും പ്രസന്റ് ആകുമ്പോഴാണ് നമുക്ക് ബ്ലഡ് റെഡ് കളർ അല്ലെങ്കിൽ സോഡിയം തിയോസയാനേറ്റ് ഫോം ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ടെസ്റ്റ് ഫോർ ഹാലജൻസ്. എങ്ങനെയാണ് നമ്മൾ ഇനി ഹാലജൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ക്ലോറിൻ വരുമ്പോ എന്ത് ചെയ്യും, എങ്ങനെയാണ് അത് ഡിറ്റക്ട് ആവുന്നത്? ബ്രോമിൻ വരുമ്പോ എങ്ങനെയാണ് അത് ഡിറ്റക്ട് ആവുന്നത്? ആൻഡ് അയോഡിൻ വരുമ്പം എങ്ങനെയാണ് അത് ഡിറ്റക്ട് ആവുന്നത് എന്ന്. അപ്പൊ ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് കിട്ടിയില്ല നമുക്ക്. അത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നൈട്രിക് ആസിഡിന്റെ കൂടെ അസിഡിഫൈഡ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം അത് സിൽവർ നൈട്രേറ്റിന്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നു. ആദ്യം അസിഡിഫൈഡ് വിത്ത് നൈട്രിക് ആസിഡ്, ഫസ്റ്റ് അസിഡിഫൈഡ് വിത്ത് നൈട്രിക് ആസിഡ്, അതിനുശേഷം treated with silver nitrate. ആദ്യം acidified with silver acid, acidified with nitric acid and then treated with silver nitrate. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ഫോം ചെയ്യുന്നു, എന്തായാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണിത്. എന്ത് വരുമ്പോഴാണ് നമുക്ക് ക്ലോറിൻ ആണെന്ന് മനസ്സിലാവുക, എന്ത് വരുമ്പോഴാണ് നമുക്കത് ബ്രോമിൻ ആണെന്ന് മനസ്സിലാവുക, എന്ത് വരുമ്പോഴാണ് നമുക്കത് അയോഡിൻ ആവുമെന്ന് മനസ്സിലാവുക. എ വൈറ്റ് precipitate soluble in ammonium hydroxide, അതായത് വൈറ്റ് precipitate അമോണിയം ഹൈഡ്രോക്സൈഡില് സൊല്യൂബിൾ ആവുന്ന രീതിയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലോറിന്റെ പ്രസൻസ് ആണ് മനസ്സിലാവുന്നത്. A yellowish precipitate sparingly soluble in ammonium hydroxide, sparingly soluble in ammonium hydroxide ആണ്, കളറ് യെല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ബ്രോമിന്റെ പ്രസൻസ് ആണ് അവിടെ കാണിക്കുന്നത്. A yellow precipitate insoluble in ammonium hydroxide, അതായത് തീരെ സൊല്യൂബിൾ അല്ലാത്ത രീതി, പക്ഷെ കളർ എന്താണ്? യെല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് അയോഡിന്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഒന്ന് സൊല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ വൈറ്റ് precipitate ആണെങ്കിൽ ക്ലോറിൻ, സ്പെയറിംഗ്ലി സൊല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് യെല്ലോയിഷ് precipitate ആണെങ്കിൽ ബ്രോമിൻ, ഇൻസൊല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് കളർ യെല്ലോ precipitate ആണെങ്കിൽ that shows the presence of iodine. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് what is the test for phosphorus. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഫോസ്ഫറസ് പ്രസന്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. The compound is heated with an oxidizing agent. ആദ്യം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം പെരോക്സൈഡിന്റെ കൂടെ ഹീറ്റ് ചെയ്യും. എന്താണ് സോഡിയം പെരോക്സൈഡ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. The phosphorus present in the compound is oxidized to phosphate. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പുറത്തുള്ളതിനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടുന്നു, അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ആരെ? അത് റിയാക്ട് ചെയ്ത ആളുടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സ്വയം റെഡ്യൂസ് ആയി അപ്പുറത്തുള്ള ആളെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? ഇവിടെ സോഡിയം പെരോക്സൈഡ് എന്ന ഓക്സിഡൈസിങ് ഏജന്റ് ചെയ്യുന്നത്. അതിനുശേഷം സൊല്യൂഷൻ ഈസ് ബോയിൽഡ് വിത്ത് നൈട്രിക് ആസിഡ് ആൻഡ് ദെൻ ട്രീറ്റഡ് വിത്ത് അമോണിയം മോളിബ്ഡേറ്റ്. അത് നൈട്രിക് ആസിഡിന്റെ കൂടെ ബോയിൽ ചെയ്യുന്നു, എന്നിട്ട് അമോണിയം മോളിബ്ഡേറ്റിന്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നു. ഒരു യെല്ലോ കളറേഷൻ അല്ലെങ്കിൽ ഒരു precipitate എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പ്രസൻസ് ഓഫ് ഫോസ്ഫറസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ കോമ്പൗണ്ട് ഒരു ഓക്സിഡൈസിങ് ഏജന്റ്, എക്സാമ്പിൾ പറഞ്ഞു സോഡിയം പെരോക്സൈഡ്, ഇവിടെ സോഡിയം പെരോക്സൈഡിന്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫോസ്ഫറസ്, അതിലുള്ള ഫോസ്ഫറസ് എന്താകുന്നു? ഫോസ്ഫേറ്റ് ആയി മാറുന്നു. ദ സൊല്യൂഷൻ അപ്പൊ എന്ത് സംഭവിക്കുന്നു? നൈട്രിക് ആസിഡിന്റെ കൂടെ ബോയിൽ ചെയ്യുന്നു, അതിനുശേഷം അമോണിയം മോളിബ്ഡൈറ്റിന്റെ കൂടെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സംഗതി കിട്ടിയില്ലേ? NH3 NH4 3 times BO4 12MOO3 അമോണിയം ഫോസ്ഫോ മോളിബ്ഡേറ്റ് ഫോം ചെയ്തില്ലേ? യെല്ലോ കളറേഷൻ ഓർ പ്രസിപ്പിറ്റേറ്റ് എന്താണ് കാണിക്കുന്നത്? അതാണ് നമ്മളുടെ ഫോസ്ഫറസിന്റെ പ്രസൻസ് കാണിക്കുന്നത്. ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു, അതൊക്കെ നമുക്ക് മനസ്സിലായി. നൗ ഫോസ്ഫറസ് വരെ ഉള്ളായിരുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നുകൂടി പറയാം. ഫോസ്ഫറസ്, ഹാലജൻസ്. ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ, നൈട്രജനും സൾഫറും രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട് പ്രസന്റ് ആവുകയാണെങ്കിൽ NaSCN ബ്ലഡ് റെഡ് മറക്കരുത്. അതേപോലെ തന്നെ സൾഫറിന് രണ്ടെണ്ണുണ്ട്. സോഡിയം നൈട്രോപ്രസൈഡിന്റെ കൂടിയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വയലറ്റ് കളർ, അല്ലെങ്കിൽ അസിഡിഫൈഡ് വിത്ത് അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുകയുമാണെങ്കിൽ PBS ഫോം ചെയ്യും. അത് ബ്ലാക്ക് ആണ്. ഈ ബ്ലാക്ക് കളറും അതേപോലെ തന്നെ ഈ വയലറ്റ് കളറും രണ്ടും സൾഫറിന്റെ ഇൻഡിക്കേഷൻ, അതായത് സൾഫർ പ്രസന്റ് ആണെന്നുള്ളത് തരികയാണ്. ടെസ്റ്റ് ഫോർ നൈട്രജൻ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? പ്രഷ്യൻ ബ്ലൂ ഫോർമേഷന്റെ സ്റ്റെപ്സ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്തത്? ഈ ടെസ്റ്റിന്റെ പേരെന്താണ്? ലാസൈഗ്നസ് ടെസ്റ്റ്. ഇതെന്താണ് പറയുന്നത്? ഓരോന്നും നമ്മൾ ഇവിടെ elements present in the compound are converted from covalent bondil നിന്ന് നമ്മൾ അയോണിക് ഫോമിലേക്ക് എങ്ങനെ സോഡിയം മെറ്റലുമായി ഈ കോമ്പൗണ്ടിനെ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അതാണ് നമ്മൾക്ക് കിട്ടുന്ന ഈ ആദ്യത്തെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന സംഗതി. അതാണ് പിന്നെ നമ്മൾ ടെസ്റ്റ് ഫോർ നൈട്രജനും ടെസ്റ്റ് ഫോർ സൾഫറിനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വാട്ട് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? ഇപ്പൊ നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റി പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. അപ്പം കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസന്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? രണ്ട് ബേസിക് ഫോർമുലകൾ ഇവിടെ ഉണ്ട്. ഇത് കാർബൺ, ഇത് ഹൈഡ്രജൻ. കാർബൺ ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസിനെ യൂഷ്വലി സ്മോൾ ലെറ്റർ M എന്നാണ് പറയാറുള്ളത്. അപ്പം ഇതെന്താണ്? ഈ M എന്താണ്? ഈ M രണ്ട് കേസിലും എന്താണ്? മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതും അതേപോലെ തന്നെ എന്താണ്? മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഫോർമുല വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. സോ 12 എന്ന് പറയുന്നത് കാർബണിന്റെ, 44 എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിന്റെ മോളാർ മാസ് അല്ലേ. 12 എന്ന് പറയുന്നത് കാർബൺ, C എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ മാസ് നമ്പർ പറയുമ്പോൾ 12 എന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എടുക്കുമ്പോൾ 2, ഇവിടെ H2 എടുക്കുമ്പോൾ 18. ആ കാര്യങ്ങളാണ്. കാർബൺ എടുക്കുന്ന സമയത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആണ് നോക്കുന്നത്. ഹൈഡ്രജൻ എടുക്കുമ്പോൾ നമ്മൾ വാട്ടർ ആണ് നോക്കുന്നത്. M2 എന്ന് പറഞ്ഞാൽ എന്താണ്? M2 എന്ന് പറഞ്ഞാൽ ഈ കേസിൽ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡിനെയാണ് നമ്മൾ M2 എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജന്റെ കേസിലാവുമ്പോൾ M1 എന്ന് പറഞ്ഞാൽ എന്താണ്? H2O പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തരികയാണ്, ആകെ രണ്ട് കാര്യങ്ങളെ തരുള്ളൂ. കാർബൺ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ എത്ര കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ആയി എന്ന് നിങ്ങൾക്ക് തരും. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസും നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങളോട് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് താഴെ ഡിനോമിനേറ്ററിലാണ് വരിക. പ്രൊഡ്യൂസ് ചെയ്ത കാർബണിന്റെ മാസ്, അല്ലെങ്കിൽ ഐ മീൻ കാർബൺ ഡയോക്സൈഡിന്റെ മാസ്, പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത വാട്ടറിന്റെ മാസ് ഒക്കെ മുകളിലാണ് വരിക. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ്, അതായത് സ്മോൾ ലെറ്റർ M, താഴെയാണ് വരിക. ഫൈൻ. അപ്പൊ അടുത്തതിലേക്ക് പോകാം. നൈട്രജന് രണ്ട് രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഡ്യൂമാസ് മെത്തേഡ്, അതേപോലെ തന്നെ ജേൽദാൽസ് മെത്തേഡ്. ആദ്യം നമുക്ക് ഡ്യൂമാസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. The nitrogen containing organic compound when heated with copper oxide in an atmosphere of carbon dioxide yields free nitrogen in addition to carbon dioxide
ആൻഡ് വാട്ടർ. എന്താണ് ചെയ്യുന്നത്? നൈട്രജൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഏത് അറ്റ്മോസ്ഫിയറിൽ? കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഫ്രീ നൈട്രജൻ ഇൻ അഡീഷൻ ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡിനും വാട്ടറും പുറമെ നമുക്ക് നൈട്രജനും കൂടി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ നൈട്രജന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഫോർമുല എന്നല്ലേ പറയാം. നിങ്ങളുടെ ഫോർമുല ഇതാണ്: 28 into V into 100 by 22,400 into M. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. മാസ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ കുറച്ചു നേരത്തെ മനസ്സിലാക്കി. വി നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡയറക്ട്ലി തന്നിട്ടുണ്ടാവില്ല. വി എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ നേരെ തന്നിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രഷറും വോളിയവും, അതായത് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെയാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് പെർസെന്റേജ് ഓഫ് നൈട്രജൻ, ഇതാണ് അതിന്റെ വോളിയം. ഇതിൽ നിന്നും വി കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്ന് പെർസെന്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഇവാലുവേറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ധാരണ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അടുത്തതാണ് നൈട്രജന്റെ എസ്റ്റിമേഷന് വേണ്ടിയുള്ള ജെൽദാൽസ് മെത്തേഡ്. ജെൽദാൽസ് മെത്തേഡിൽ എന്താണ് പറയുന്നത്? The compound containing nitrogen is heated with concentrated sulfuric acid. Concentrated എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം കുറവുള്ള, അതായത് വെള്ളം കൂടുതൽ വെച്ചാൽ അത് ഡൈല്യൂട്ട് ആവും. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്, അതായത് പ്യുവർ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ ഇൻ ദ കോമ്പൗണ്ട് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻടു അമോണിയം സൾഫേറ്റ്. അതായത് കോമ്പൗണ്ടിലുള്ള നൈട്രജൻ അമോണിയം സൾഫേറ്റിലേക്ക് കൺവേർട്ടഡ് ആകുന്നു. The resulting acid mixtures is then heated with excess sodium hydroxide. ബാക്കി വരുന്ന ആസിഡ് മിക്സ്ചർ പിന്നെ എന്തുകൊണ്ടാണ് ഹീറ്റ് ചെയ്യുന്നത്? എക്സസ് വരുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് കൊണ്ട്, NaOH കൊണ്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. The liberated ammonia gas is absorbed in an excess of standard solution of sulfuric acid. In an excess of standard solution of sulfuric acid. Liberated ആയിട്ടുള്ള അമോണിയ ഗ്യാസ് അബ്സോർബ് ചെയ്തിരിക്കുകയാണ് എവിടെ? ഇൻ ആൻ എക്സസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ജെൽദാൽസ് മെത്തേഡ്. ഇതുവരെ ബോർഡിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ജെൽദാൽസ് മെത്തേഡിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് അത്ര പ്രധാനമല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബോർഡ്സിൽ സാധാരണ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. നമുക്കിനി അടുത്ത മെത്തേഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഹാലജൻ എന്താണെന്ന് നോക്കാം. അതാണ് കാരിയസ് മെത്തേഡ്. കാരിയസ് എന്ന് പേര് കേട്ടാൽ നിങ്ങൾക്ക് ഹാലജൻ എന്ന് ഓർമ്മ വരണം. കാരിയസ് മെത്തേഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സിമ്പിൾ ആണ്. A non-mass of organic compound is heated with fuming nitric acid. Nitric acid ന്റെ കൂടെ ഹീറ്റ് ചെയ്യുന്നു in presence of silver nitrate. സിൽവർ നൈട്രേറ്റിന്റെ പ്രസൻസിൽ നൈട്രിക് ആസിഡിന്റെ കൂടെ, ഫ്യൂമിക് നൈട്രിക് ആസിഡിന്റെ കൂടെ ഹീറ്റ് ചെയ്യുന്നു. കണ്ടെയ്ൻഡ് ഇൻ എ ഹാർഡ് ഗ്ലാസ് ട്യൂബ്, അതായത് ഹാർഡ് ഗ്ലാസ് ട്യൂബ്, അവിടെയാണ് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത്. ആ ഹാർഡ് ഗ്ലാസ് ട്യൂബിന്റെ പേരാണ് കാരിയസ് ട്യൂബ്. ഇവിടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യാണ്. എന്തിന്റെ കൂടെ? ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിന്റെ കൂടെ. എന്തിന്റെ പ്രസൻസിൽ? സിൽവർ നൈട്രേറ്റിന്റെ പ്രസൻസിൽ. എന്തിന്റെ കൂടെയാണ് ഹീറ്റ് ചെയ്യുന്നത്? ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ്. എന്തിന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്? സിൽവർ നൈട്രേറ്റ്. എന്നാൽ എന്താണ് സംഭവിക്കുക? കണ്ടെയ്ൻഡ് ഇൻ എ ഹാർഡ് ഗ്ലാസ് ട്യൂബ് നോൺ ആസ് കാരിയസ് ട്യൂബ്. എവിടെയാണ് കാരിയസ് ട്യൂബ്? അതെന്താണ്? ഒരു ഹാർഡ് ഗ്ലാസ് ട്യൂബാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യവും മനസ്സിലാക്കണം. സോ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാസ് ഓഫ് പെർസെന്റേജ് ഓഫ് ഹാലജൻ കണ്ടുപിടിക്കാൻ വേണ്ടി? സിമ്പിൾ ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാസ് ഓഫ് AgX. ഇവിടെ നമ്മൾ സിൽവർ നൈട്രേറ്റ് ഫോം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ സിൽവർ നൈട്രേറ്റിന്റെ മാസിനെയാണ് ഈ M1 എന്ന് വിളിക്കുന്നത്. ഈ M1 എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റിന്റെ മാസ് ആണ്. മാസ് ഓഫ് AgX ആണ്. ഒരു S കൂടിപ്പോയി, കുറച്ച് മാസ് കൂടിക്കോട്ടെ, പ്രശ്നമില്ല. ഈ M1 എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ്? AgXന്റെ മാസാണ്. അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ M എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ കേസിലൊക്കെ നമ്മൾ കണ്ട പോലെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസാണ്. ഓർഗാനിക് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പം അറ്റോമിക് മാസ് ഓഫ് X. ഇപ്പൊ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിന്റെ ആറ്റോമിക് മാസ്
ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgX. അതായത് ക്ലോറിൻ ആണെങ്കിൽ ബ്രോമിൻ ആണെങ്കിലും ഒക്കെ ആറ്റോമിക് മാസ് മാറില്ലേ? മോളിക്കുലർ മാസ് ഓഫ് AgX എന്ന് പറയുമ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. നിങ്ങൾ ഏത് ഹാലജനെയാണ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്? Cl എന്ന് കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് Cl ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgCl ന്റെ മോളിക്കുലർ മാസ്. ഇവിടെ അറ്റോമിക് മാസും ഇവിടെ മോളിക്കുലർ മാസുമാണ് വരുന്നത്. കാര്യം ഓർക്കുക. AgX എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥലത്ത് നമ്മൾ ഏതാണോ ഹാലജൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കും. അത് നമുക്ക് ഓർമ്മ വേണം. സോ നൗ അടുത്തതാണ് സൾഫർ. എ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് is heated in carrier's tube with sodium peroxide or fuming nitric acid. Sulfur present in the compound is oxidized to sulfuric acid. It is precipitated as barium sulfate by adding excess barium chloride solution in water. The precipitate is filtered, washed, dried and weighed. ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ആദ്യം ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം പെരോക്സൈഡിന്റെയും അല്ലെങ്കിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ സൾഫർ എന്ത് സംഭവിക്കുന്നു? സൾഫർ ഓക്സിഡൈസ്ഡ് ആവാണ് ചെയ്യുന്നത്. എന്തിലേക്ക്? സൾഫ്യൂരിക് ആസിഡിലേക്ക് ഓക്സിഡേറ്റ് ആവും. എന്നിട്ട് അത് ബാരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. എങ്ങനെ? എക്സസ് ബാരിയം ക്ലോറൈഡ് സൊല്യൂഷൻ വെള്ളത്തിലേക്ക്. ദ precipitate is filtered, washed, dried and weighed. ഇതാണ് നമ്മളുടെ സൾഫറിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ പ്രൊസീജിയർ. ഇനി നമുക്ക് പെർസെന്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. പെർസെന്റേജ് ഓഫ് സൾഫർ എന്ന സംഭവം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇത് ആറ്റോമിക് മാസ് ഓഫ് സൾഫർ ആണ് 32. ഇത് മോളിക്കുലർ മാസ് ഓഫ് എന്താണ്? ബാരിയം സൾഫേറ്റ് ആണ്. ബാരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് ആണ്. BaSO4 ന്റെ മോളിക്കുലർ മാസ് ആണ് ഇത്. ഇതെന്താണ്? മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. M1 എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതാണ്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? BaSO4 അല്ലേ? അപ്പം മാസ് ഓഫ് BaSO4 യൂസ്ഡ്, അതായിരിക്കും നമ്മളുടെ M1. ഇതാണ് നമ്മളുടെ സൾഫറിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ. ഇത് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ വെയിറ്റ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തരും. ഈ എമ്മും ഈ M1 ക്വസ്റ്റ്യനിൽ തരും. ഏതാണ് M ഏതാണ് M1 എന്ന് കൺഫ്യൂഷൻ ആവാണ്ടെന്നാ മതി. M വിത്തൗട്ട് എനിത്തിങ്, അതായത് ഇങ്ങനെ ഒരു M കണ്ടാല് നിങ്ങൾ മനസ്സിലാക്കണം ദിസ് ഇസ് എ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. പിന്നെ അത് താഴെ ആയിരിക്കും വരിക, ഈ ഡിനോമിനേറ്ററിന്റെ ഭാഗത്തായിരിക്കും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം. ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെയും അതേപോലെ തന്നെ ഒരു സ്റ്റോറിയാണ്. പക്ഷെ ഫോസ്ഫറസിന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നോക്കാം. എ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് is heated with fuming nitric acid, whereupon phosphorus present in the compound is oxidized to phosphoric acid. It is precipitated as ammonium phosphomolybdate. By adding ammonia and ammonium molybdate. ഈ പ്രൊസീജിയർ ആണ്. ഇതേപോലെ തന്നെയുള്ള പ്രൊസീജിയർ ആണ്. നിങ്ങൾ വായിച്ചു നോക്കൂ, മനസ്സിലാകും. Alternatively, phosphoric acid may be precipitated as MgNH4PO4 by adding magnesia mixture, which on ignition yields Mg2P2O7. ഈ രണ്ട് കോമ്പൗണ്ട് നമ്മൾ ഓർത്ത് വെക്കണം. ആദ്യം MgNH4PO4, രണ്ട് Mg2P2O7. ഇനി ഇതിന്റെ നമ്മളുടെ ഫേവറേറ്റ് പാർട്ട് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് ഓഫ് NH4 taken 3 times PO4 12 MOO3. ഇതിൻ്റെത് 1877 ഗ്രാം ആണ്. അതേപോലെ തന്നെ ഇതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്, ഇതിന്റെ മോളാർ മാസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് 22. ഓക്കെ. ഇപ്പം പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് ഇതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിമ്പിൾ ആണ്. ഇത് ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസ് ഇവിടെ 31 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ 62 എന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അത് ഞാൻ പറയാം. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ യൂസ് ചെയ്തതിന്റെ എന്താണ്? നമുക്ക് ഫോം ചെയ്ത ഫോസ്ഫോമോളിബ്ഡേറ്റിന്റെ കേസിൽ അതും, അതേസമയം ഇതിലാണെങ്കിൽ അതേപോലെ തന്നെ. ഈ M എന്ന് പറഞ്ഞത് ഓൾവേസ് എന്തായിരിക്കും? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ദിസ് ഇസ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ 62 എന്ന് എടുത്തത്? അറ്റോമിക് മാസ് ഓഫ് ഫോസ്ഫറസ് എന്നത് 31 അല്ലേ? പിന്നെ എന്തിനാ 62 എന്ന് എടുത്തത്? കാരണം ഇവിടെ രണ്ട് ഫോസ്ഫറസ് ഉണ്ട്. 2 into 31 അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം രണ്ട് കോമ്പൗണ്ട് തരികയാണെങ്കിലും നമുക്ക് ഓർമ്മ വേണം എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് ഫോസ്ഫറസ് കണ്ടുപിടിക്കേണ്ടതെന്ന്. എസ്റ്റിമേറ്റ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ ഓക്കെ,
ഈ രീതിയിലാണെങ്കിൽ ഈ ഫോർമുല രണ്ടും ഓർമ്മ വേണം. രണ്ടിന്റെയും മോളാർ മാസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെത് 1877, അതേപോലെ തന്നെ ഇതിൻ്റെത് 222. ഓക്സിജന്റേത് വളരെ സിമ്പിൾ ആണ്. ഇതിന് നമ്മൾ M1 എന്ന് പറയുന്നത് ഓക്സിജൻ, നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമുല. അപ്പം ഈ ഇതിന്റെ അകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ ഫോർമുലയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 32 എന്നത് ഓക്സിജന്റെ അറ്റോമിക് മാസ്, O2 എന്ന് പറയുമ്പം 32 അല്ലേ. അതേപോലെ തന്നെ 88 എന്ന് പറയുമ്പം കാർബൺ ഡയോക്സൈഡ്, O2 എന്ന് പറയുമ്പം 32, 44 into 2, 88. M എന്ന് പറയുകയാണെങ്കിൽ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതാണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു. സോ ഹോപ്പ് എവ്രിബഡി അണ്ടർസ്റ്റുഡ് ദ ക്ലാസ്. ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി വിശകലനം ചെയ്ത് നമ്മൾ പോയി എഴുതേണ്ട പരീക്ഷയാണ്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിച്ചു പോയാൽ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് അത്തരത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ കൺസെപ്റ്റ് ചെറിയ ഡ്യൂറേഷൻ കൊണ്ട് തീർത്തു. ഈ രീതിയിൽ ഇപ്പൊ ഞാൻ എടുത്ത കാര്യം നിങ്ങൾ എല്ലാവരും റിവൈസ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ബക്കറ്റ് എടുക്കുക, ഈ ബക്കറ്റിന്റെ അകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പിന്നെ വെള്ളം നിറച്ചു പോവുകയാണ്. അപ്പൊ ഈ ഹോൾസിലൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി പോകും. നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് അത് പുറത്തേക്ക് ഒഴുകി പോകും. അപ്പം റിവിഷൻ എന്ന് പറയുന്നത് ഈ ഹോൾസ് അടയ്ക്കുന്നത് പോലെ ഒരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഫിലോസഫി പറയല്ലേ ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.